ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ കരുണ കാണിക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഞാനും എൻ്റെ സ്നേഹിതനും കൂടി വഴി സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന ഒരു കാറ് നിർത്തി. എന്നിട്ട് അതിൻ്റെ ഗ്ലാസ് കാത്തിട്ട് ഞങ്ങൾക്ക് നേരെ 2 കവർ നീട്ടി. ഞങ്ങളത് മേടിച്ചു. ഈ കാറ് പോയതിന് ശേഷം ഞങ്ങളത് തുറന്നു നോക്കിയപ്പോൾ ആ കവറിൽ ഒരു ബോക്സ് ബിരിയാണി, ഒരു കുപ്പി വെള്ളം, ഒരു കുപ്പി ജ്യൂസ്, 2 ആപ്പിള്. ദുബായിലൊക്കെ ജോലി ചെയ്തവർക്കറിയാം, അവരുടെ നോയമ്പിന്റെ സമയത്ത് അവരിതുപോലെ ഇങ്ങനെ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കും. കാരണം അവര് ഉപവാസം എടുത്തിരിക്കുമ്പോൾ അവര് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും. ഞാനിത് പറയുമ്പോൾ ഒരു നിത്യാരാധന ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 8-10 പേരെ ഈശോ നോക്കി ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി ആരാധന ചാപ്പലിലേക്ക് കയറി വന്നു. ഒരു കൂടൊക്കെ പിടിച്ചാണ് വന്നത്. കുറച്ചു നേരം ഈശോയെ നോക്കി നിന്ന് അതിനുശേഷം ഈ കൂട് തുറന്നിട്ട് ഒരു വെള്ള പേപ്പർ എടുത്തു. എന്നിട്ട് ഈ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിലൂടെ ഈ പേപ്പർ കാട്ടി ചെന്നപ്പോൾ ഈ ചേച്ചി എടുത്ത് ചെന്നപ്പോൾ ഈശോയെ നോക്കി ബലം പിടിച്ചിരുന്ന് ആരാധിക്കുവാൻ തുടങ്ങി. ഈ ചേച്ചിയെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ ആ ചേച്ചി ഓരോരുത്തരുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവരുടെ ബലം പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ സൈഡിൽ ഒരു സഹോദരി ഇരിപ്പുണ്ടായിരുന്നു. ആ സഹോദരി 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു കാറയിലാണ് വന്നത്. ഈ സഹോദരി അടുക്കൽ ഈ ചേച്ചി ഈ വെള്ളക്കടലാസ് നീട്ടിയപ്പോൾ ആ സഹോദരി ദേഷ്യപ്പെട്ട് ഈ ചേച്ചിയോട് പറഞ്ഞു, ഇത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്, ഇത് പിരിവ് നടത്താനുള്ള സ്ഥലമല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് ഈ സഹോദരി ഈ ചേച്ചിയോട് ചൂടായി. ഈ ചേച്ചി ഒന്നും മിണ്ടിയില്ല. വീണ്ടും പുറകിലൂടെ വന്നു, ഓരോരുത്തരുടെ അടുക്കലൂടെ വന്നു. അവരാരും ഈ ചേച്ചിയെ മൈൻഡ് ചെയ്യുന്നില്ല. ഈശോ ഇങ്ങനെ നോക്കിയിരുന്ന് ബലം പിടിച്ചിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ അടുക്കൽ വന്നപ്പോഴേ എൻ്റെ പോക്കറ്റിലാകെ 100 രൂപയെ കിടപ്പുണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഈ 100 രൂപ എടുത്ത് കൊടുക്കുവാൻ പറഞ്ഞു. ഞാൻ ഈ ചേച്ചിക്ക് ഈ 100 രൂപ എടുത്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മൾ ഈ 50 നോയമ്പിലൂടെ കടന്നു പോവുകയാണ്. ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ ഉപേക്ഷിച്ച് നമ്മളിങ്ങനെ ഈശോയെ ബലം പിടിച്ചിരുന്ന് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കും, ഞാൻ വസ്ത്രമില്ലാത്തവനായിട്ടും ഭക്ഷണമില്ലാത്തവനായിട്ടും ദാഹിക്കുന്നവനായിട്ടും ഒക്കെ നിങ്ങളുടെ അടുക്കൽ വന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ബലം പിടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചോദിക്കും, ഈശോ അത് എപ്പോഴാണെന്ന് നമുക്ക് ചോദിക്കാൻ ഇടവരുത്താതിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലേക്ക് ഇതുപോലെ അമ്മച്ചിമാര് വരുമ്പോൾ അവരെ മാതാവായിട്ടും അപ്പച്ചന്മാർ വരുമ്പോൾ അവരെ യേശു പിതാവായിട്ടും കാണുമ്പോൾ അത് നമുക്ക് ദൈവാനുഗ്രഹമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അവസ്ഥ, നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. കാരണം അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വന്നില്ലെങ്കിലേ തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെ ജീവിതമൊക്കെ. കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടതാണ്, 12 റോൾസ് റോയ്സ് ഉള്ള വ്യക്തി സ്വയം വെടിവെച്ച് മരിച്ച കാര്യം. അതുകൊണ്ട് ഈ നോയമ്പില് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ ഈ നോയമ്പില് വലിയ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നിത്യാരാധന ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കണം, ഈശോയെ ആരാധിക്കണം. എന്നാൽ ഇതുപോലെയൊക്കെയുള്ളവർ വരുമ്പോൾ അവരെ ഒന്ന് നോക്കി പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറും. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.